ഏകദേശം ഒരു നൂറ്റാണ്ടോളം പഴക്കമുള്ള ഒരു വിവാഹ ക്ഷണക്കത്ത് ബഹുമാനപ്പെട്ട പാനായിക്കുളം അബ്ദുറഹ്മാൻ മുസ്ലിയാർ എഴുതിയ അറബി മലയാളത്തിൽ പ്രിൻ്റ് ചെയ്ത ഒരു കത്ത് ഞാൻ നിങ്ങൾക്ക് വായിച്ച് കേൾപ്പിക്കാൻ പോവുകയാണ്. 1926 ഈ ക്ഷണക്കത്ത് പ്രസിദ്ധമാകുന്നത്. വെളിയങ്കോട് നിന്നാണ് ഈ കത്ത് എഴുതുന്നത്. സ്വീകർത്താവിൻ്റെ പേര് പേന കൊണ്ട് എഴുതിയിരിക്കുന്നു. പനമ്പാട്ടയിൽ ബാവ മുസ്ലിയാരാണ് സ്വീകർത്താവ്. മാന്യരെ, വെളിയങ്കോട് തട്ടാങ്ങര കുട്ടിയമ്മ മുസ്ലിയാർ എന്നവരുടെ മകനും എൻ്റെ അളിയനുമായ തൈപ്പറമ്പ് കളത്തിൽ മുഹമ്മദ് മുസ്ലിയാരുടെ വിവാഹ അടിയന്തിരം ഹിജ്റ 1326 ഷാബാൻ മാസം 7-ന് 1101 കുംഭം 10-ാം തീയതി 1926 ഫെബ്രുവരി 21-ാം തീയതി ഞായറാഴ്ച കഴിപ്പാൻ നിശ്ചയിച്ചിരിക്കൊണ്ട് അന്നേ ദിവസം രാവിലെ 8 മണിക്ക് മുമ്പായി വെളിയങ്കോട് തട്ടാങ്ങര എന്ന ഭവനത്തിൽ വന്നു ചേർന്ന് നിക്കാഹ്, പുതുമാപ്പിള പോക്ക് മുതലായത് പുഷ്ടീകരപ്പെടുത്തി തരുവാൻ താങ്കളെ സാദരം ക്ഷണിച്ചുകൊള്ളുന്നു എന്ന് പാനായിക്കുളത്ത് കരുവേലിപ്പറമ്പിൽ അബ്ദുറഹ്മാൻ മുസ്ലിയാർ. ഇതിൽ സാദരം ക്ഷണിച്ചുകൊള്ളുന്നു എന്നതിന് മുമ്പായി ഒരു പ്രത്യേക ചിഹ്നം കൊടുത്ത് പുറത്ത് വേണ്ടപ്പെട്ടവരോടൊപ്പം എന്നുകൂടി എഴുതി ചേർത്തിരിക്കുന്നു. തട്ടാങ്ങര കുട്ടിയമ്മ മുസ്ലിയാർ എന്നവർ മരണപ്പെട്ടതിന് ശേഷം തൻ്റെ അളിയൻ മുഹമ്മദ് മുസ്ലിയാരുടെ വിവാഹം നടത്തി കൊടുക്കുന്നത് പാനായിക്കുളം അബ്ദുറഹ്മാൻ മുസ്ലിയാരാണ്. പ്രമുഖ പണ്ഡിതനും സമസ്ത കേന്ദ്ര മുഷാവറ അംഗവുമായിരുന്ന ബഹുമാനപ്പെട്ട പാനായിക്കുളം അബ്ദുറഹ്മാൻ മുസ്ലിയാർ ഹിജ്റ 1271 അതായത് ക്രിസ്തുവർഷം 1874 ജനിച്ചിട്ടുള്ളത്. സമസ്തയിലെ പ്രമുഖ പണ്ഡിതന്മാരുടെയെല്ലാം ഉസ്താദായിരുന്നു പാനായിക്കുളം അബ്ദുറഹ്മാൻ മുസ്ലിയാർ. ആലുവയ്ക്കടുത്ത പാനായിക്കുളത്ത് കരുവേലിപ്പറമ്പിൽ വീട്ടിൽ ജനിച്ച അബ്ദുറഹ്മാൻ മുസ്ലിയാർ പ്രദേശത്തെ പ്രാഥമിക പഠനത്തിന് ശേഷം ഉന്നത പഠനത്തിന് വേണ്ടി പൊന്നാനി വലിയ ജുമുഅത്ത് പള്ളിയിൽ ദർസ് നടത്തിയിരുന്ന വെളിയങ്കോട് തട്ടേങ്ങര കുട്ടിയമ്മ മുസ്ലിയാരുടെ അടുത്തേക്കാണ് പിന്നീടെത്തിയത്. ബുദ്ധിയും സൂക്ഷ്മതയും ഭക്തിയും നിറഞ്ഞ അബ്ദുറഹ്മാൻ മുസ്ലിയാർക്ക് കുട്ടിയമ്മ മുസ്ലിയാർ തൻ്റെ പണ്ഡിതയായ ഏകമകൾ ഖദീജയെ വിവാഹം ചെയ്തു കൊടുക്കുകയായിരുന്നു. അങ്ങനെയാണ് പാനായിക്കുളം അബ്ദുറഹ്മാൻ മുസ്ലിയാർ പിന്നീട് പുതിയാപ്പിള അബ്ദുറഹ്മാൻ മുസ്ലിയാർ എന്ന പേരിൽ അറിയപ്പെട്ടത്. പാനായിക്കുളം അബ്ദുറഹ്മാൻ മുസ്ലിയാരുടെ ഭാര്യ ഖദീജ എന്നവർ അക്കാലത്ത് തഫ്സീറും ജമുൽ ജവാമി ഉൾപ്പെടെ ഉയർന്ന പല കിതാബുകളും സ്ത്രീകൾക്ക് ദർസ് നടത്തിയിരുന്ന മഹാപ്രതിഭാശാലിയായിരുന്നു. 100-ാം വാർഷികം ആഘോഷിക്കുന്ന സമസ്തയെ സ്നേഹിക്കുന്ന എല്ലാ ജനങ്ങൾക്കും സ്നേഹസമ്മാനമായി ഞാനിത് സമർപ്പിക്കുന്നു. സ്നേഹത്തോടെ ഫൈസൽ വടപുറം.